ജീവിത പങ്കാളി ഞാനും തമ്മിൽ സ്വരച്ചേർച്ചയായി. ഞങ്ങൾ തമ്മിൽ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യങ്ങളുണ്ടാവുള്ളൂ, പക്ഷേ ഒരിക്കലും മനസ്സിലാവില്ല. സമാധാനം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിപ്പോയി. എല്ലാം ഉണ്ട്, സാമ്പത്തികം കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷേ നമുക്ക് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തമില്ലാത്തൊരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഹോട്ടൽ മാതാവ് തന്നതായതുകൊണ്ട് മാതാവിൻ്റെ കൃപാസനത്തിൻ്റെ ഒരു സ്റ്റാച്ചു നമ്മുടെ അവിടെ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, നീ കൃപാസനത്തിൽ പോകാറുണ്ടോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എൻ്റെ ജീവിത പങ്കാളിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നിൻ്റെ കാര്യത്തിന് നീയായിരുന്നു ഉടമ്പടി എടുക്കേണ്ടത്, ഒരിക്കലും ജീവിത പങ്കാളി എല്ലാവർക്കും ഉടമ്പടി എടുക്കണ്ടേ. അപ്പോൾ ഞാനങ്ങനെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവൾ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഈ 5:30 എഴുന്നേൽക്കുക, പള്ളിയിൽ പോവുക. ഞാൻ എൻ്റെ മുഴുവൻ കുർബാന ഞാൻ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് 5 പള്ളിയുണ്ട് തൊട്ട് മുറ്റത്ത്. പക്ഷേ അച്ഛൻ പള്ളിയിൽ കയറുന്നതും അച്ഛൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ എല്ലാ കുർബാനയ്ക്കും പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയിൽ എത്താറുള്ളൂ. അച്ഛൻ ആൾക്കാരെ വിട്ടു പോണതിനെക്കാട്ടി മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെത്തായിരുന്നു. എനിക്ക് അതേപോലെ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന ഞാൻ എപ്പോഴും കട്ട് ഓഫ് അടിക്കായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 3 നർമ്മ നിറഞ്ഞെന്ന് പറയുമ്പോൾ എത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് മതി, പിതാവിനും പുത്രനും എത്തിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിലായിരുന്നു. എന്താ പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എനിക്ക് വലിയൊരു ഉപഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതം അല്ലാണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഞാൻ തലയിട്ട് നോക്കാറുമില്ല. മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായില്ല. അങ്ങനൊരു നമ്മുടെ ജീവിതം നമ്മുടെ കാര്യങ്ങളൊന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചും ഈ ഉടമ്പടിയിലത്തുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക, കുർബാനയ്ക്ക് പോവുക, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. എന്നാലും ഞാൻ 2 ദിവസം ഇവൾ പറഞ്ഞ കാര്യം ആലോചിച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാൻ കൃപാസനത്തേക്ക് പോകാം. അപ്പോൾ അവൾ പറഞ്ഞു, ആർക്കാണ്, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വെറുതെ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത പണി മേടിക്കരുത്. നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുള്ള പോലെ കൃപാസനത്തിൽ വന്നിട്ട് പണി മേടിക്കേണ്ട, ഉള്ള പണി മര്യാദയ്ക്ക് കൊണ്ട് നടന്നാൽ പോരെ എന്നുള്ള പറയുന്ന പോലെ എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഞാനത് എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും, എന്തായാലും പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആൾ വന്നു. ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഫസ്റ്റത്തെ നിയോഗം ഈ 90 ദിവസം എനിക്ക് ഉടമ്പടി ചെയ്യാൻ മാതാവ് എന്നെ സഹായിക്കണം. അപ്പോൾ ഞാൻ 90 ദിവസം അങ്ങനെ ആദ്യത്തെ ഉടമ്പടി അത് ചെയ്തു. പിന്നെ 2ാമത്തെ 3ാമത്തെ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എഴുതാനുണ്ടായില്ല. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോണ കാരണം കൊണ്ട്, വലിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സമാധാനം അല്ല, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളും, മൊത്തത്തിലൊരു സമാധാനമില്ല,